നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ കാര്യമാണ് വിറ്റ്. ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനൊരുങ്ങുമ്പോൾ ഇതാ ഒരു പുതിയ പുലിവാല്. ഇന്ന് ബുധനാഴ്ചയാണെന്ന് പോട്ടെ, 13-ാം തീയതി. ഈ 13-ാം തീയതി ഇത്തരമൊരു പ്രഖ്യാപനമുണ്ടായാൽ അത് അപകടമാണ് എന്ന് ചിലർ സൂചിപ്പിക്കുന്നു. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ഫലം വന്ന സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന ആകാംക്ഷയോടെയാണ് കഴിഞ്ഞ 10 നാൾ കേരളം കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനൊരുങ്ങുമ്പോൾ 13-ാം തീയതി എന്ന ദുശകുനം, ഇതൊരു അപശകുനമാണ്. 13 ഒഴിവാക്കി ഒരു ദിവസം കൂടി പിന്നിട്ട് പ്രഖ്യാപനം നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് ചില മുതിർന്ന നേതാക്കൾ. എന്നാൽ പ്രഖ്യാപിക്കാതെ തരമില്ല എന്ന ഗതികേടിലകപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്. 13 ഒരു ദുസ്വപ്നമാണ് രാഷ്ട്രീയക്കാർക്ക്. 1996-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ വെറും 13 ദിവസങ്ങൾ മാത്രമാണ് ഭരിച്ചത്. പിന്നീട് 13 മാസത്തിന് ശേഷം വീണ്ടും അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. കേരളത്തിൽ സാധാരണ 13-ാം നമ്പർ ഔദ്യോഗിക വാഹനം എടുക്കാൻ ആളുകൾ മടിക്കും. മറുവശത്ത് 13-ാം നമ്പർ മുറി പോലും പലർക്കും ഭയമാണ്. എന്തായാലും 13 ഭയമായി തന്നെ ആളുകളുടെ മുന്നിൽ. കോൺഗ്രസിനെ വിറപ്പിച്ചത് മുസ്ലിം ലീഗ് തന്നെ. ഇന്ന് രാവിലെ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര യോഗം ഒരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ VD സതീശനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശമെടുക്കട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കാം എന്നായി മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതൃത്വം. ഡൽഹിയിൽ നിന്ന് ഉന്നത നേതാക്കൾ ലീഗ് നേതാക്കളുമായി തുടർച്ചയായി സംസാരിച്ചു. പാണക്കാട് തങ്ങളാണ് കട്ടയ്ക്ക് നിലപാടെടുത്തു നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ചില സമവായമൊക്കെ ചർച്ച ചെയ്യുന്നു. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് അനുവദിക്കില്ല എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ കട്ടയ്ക്കുള്ള നിലപാട്. VD സതീശനെ അവർ പിന്തുണയ്ക്കുന്നു. എന്നാൽ രമേശ് ആയാലും ഒരു സമവായത്തിന് കുഴപ്പമില്ല. മുസ്ലിം ലീഗ് വരച്ച വരയിൽ കോൺഗ്രസ് തീരുമാനമെടുത്താൽ അത് വലിയ ക്ഷീണം വരുത്തിവെക്കും എന്ന ഭയമായിരുന്നു ഹൈക്കമാൻഡിന്. മുസ്ലിം ലീഗും ജമാഅത്തുമൊക്കെ പിന്തുണയ്ക്കുന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തും. ഇത്തരമൊരു വ്യാഖ്യാനം കൂടുതൽ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് KC ക്യാമ്പ്. മുഖ്യമന്ത്രിയാകാൻ VD സതീശൻ യോഗ്യനാണ് എന്ന പ്രചരണം കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നു. VD സതീശൻ അനുകൂല തരംഗം തന്നെയായിരുന്നു കേരളത്തിൽ അലയടിച്ചത്. പല തലങ്ങളിലുള്ള സമ്മർദ്ദം. ഒരു വശത്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ കേരളത്തിൽ വ്യാപക പോസ്റ്റർ പ്രചരണം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പോസ്റ്റർ പ്രതിഷേധം നമ്മൾ കണ്ടത്. കോഴിക്കോട് മുക്കത്തും രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്ററുകൾ. പല സ്ഥലങ്ങളിലെയും പോസ്റ്ററുകളിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഇത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും മുന്നിൽ ചെല്ലട്ടെ എന്നാണ് പോസ്റ്റർ ഒട്ടിച്ചവരുടെ വിചാരം. മുഖ്യമന്ത്രി സ്ഥാനത്ത് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഇരുത്തിയാൽ വയനാടിനി അടുത്ത അമേഠിയായി മാറുമെന്നാണ് പലരുടെയും മുന്നറിയിപ്പ്. ഹൈക്കമാൻഡ് KCയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ പ്രതിഷേധം ശക്തമാകുമെന്ന് ചില പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല എന്ന് ഹൈക്കമാൻഡ് പിന്നീട് തിരിച്ചറിഞ്ഞു. രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ 2 ദിവസങ്ങളായി വിരണ്ടു നിൽക്കുകയാണ്. KC വേണുഗോപാലിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് KCക്കൊപ്പം കട്ടയ്ക്ക് നിന്നവരാണ് A ഗ്രൂപ്പ്. ഈ കുറി A ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാനെ സ്വന്തം മണ്ഡലത്തിലിട്ട് പ്രവർത്തകർ ഇന്നലെ തടഞ്ഞു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരാണ് ബെന്നി ബെഹനാൻ MPയെ മണ്ഡലത്തിലിട്ട് തടഞ്ഞത്. പെരുമ്പാവൂർ മുടിക്കലിൽ ഒരു പരിപാടിക്കെത്തിയ ബെന്നി ബെഹനാൻ MPയെ യുവജനങ്ങളായ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. VD സതീശനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ MPയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം VDക്കെതിരാണെങ്കിൽ സംസ്ഥാനത്ത് പ്രക്ഷോഭം ആളിക്കത്തുമെന്ന മുന്നറിയിപ്പും അവർ ബെന്നി ബെഹനാന് നൽകി. നേതൃത്വമേ ഞങ്ങൾ തല താഴ്ത്തിയാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകം. പല മണ്ഡലങ്ങളിലും MLAമാരെ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ പ്രവർത്തകർ തടയുന്നു. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു VD ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഇന്ന് രാവിലെ മുതൽ VDയുടെ ആലുവ ദേശത്തെ വീട്ടിലേക്ക് വലിയ തോതിൽ പ്രവർത്തകർ ഒഴുകിയെത്തി. ആദ്യമെത്തിയത് മുഹമ്മദ് ഷിയാസ്, പിന്നീട് VD സതീശനെ അനുകൂലിക്കുന്ന മുതിർന്ന നേതാക്കൾ വീട്ടിലേക്കെത്തി. ഒപ്പം ലീഗ് നേതാക്കളും അണികളുമൊക്കെ ആലുവ ദേശത്തെ വീട്ടിലെത്തി VD സതീശന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ആ വീട് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടായാൽ ഒന്നുകിൽ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം. 2-1 ഉറപ്പ് എന്ന മട്ടിലായിരുന്നു അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ കേരളത്തിലെ കാര്യങ്ങൾ കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. തുടർന്നാണ്
ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ച വൈകുന്നേരം 5:30 മണിയിലേക്ക് നിശ്ചയിച്ചത്. മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുകയാണ് മുഖ്യ കടമ്പ. അതിനുവേണ്ടി ദീപദാസ് മുൻഷിയോട് എത്രയും പെട്ടെന്ന് കേരളത്തിലെത്താൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അവർ രാവിലെ കേരളത്തിലേക്ക് വരാനുള്ള ഒരുക്കങ്ങളും നടത്തി. എന്നാൽ രാഹുലും ഖാർഗെയും തമ്മിൽ കൂടിക്കണ്ട് ഒരു തീരുമാനമെടുത്ത ശേഷം കേരളത്തിലേക്ക് എത്തിയാൽ മതി എന്ന് ദീപദാസ് മുൻഷിയോട് പിന്നീട് രാഹുൽ പറഞ്ഞു. നിലവിൽ ഡൽഹിയിൽ നിന്ന് കളിക്കുകയാണ് KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും. ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവർ ഡൽഹിയിൽ KCക്ക് വേണ്ടി കട്ടയ്ക്ക് കരുക്കൾ നീക്കുന്നു. ദീപദാസ് മുൻഷിക്ക് KC വേണുഗോപാലിനോട് പ്രത്യേക മമതയുണ്ട്. ദീപദാസ് മുൻഷിക്കൊപ്പം ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കേരളത്തിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു രാവിലെ ദില്ലിയിൽ കേട്ട വാർത്ത. ഇന്ന് രാവിലെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. KC വേണുഗോപാലിനെ കേരളത്തിൽ അവതരിപ്പിക്കുക പ്രയാസമെന്ന് രാഹുൽ ഗാന്ധി KCയെ ആദ്യമൊന്ന് ധരിപ്പിച്ചു. സമവായ ഫോർമുല എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കാൻ KC തയ്യാറാകണം. എന്നാൽ KC മനസ്സു തുറന്നില്ല. ഒരു വിധത്തിലും രാഹുലുമായി സഹകരിക്കാനോ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടെടുക്കാനോ KC മുതിർന്നില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം പല വഴിക്ക് ഡൽഹിയിൽ എത്തിക്കൊണ്ടിരുന്നു. VD സതീശൻ്റെ ആലുവ ദേശം വീട്ടിലേക്ക് അണികൾ ഒഴുകിയെത്തുകയാണെന്നും ഡൽഹിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഏറെ സമ്മർദ്ദത്തിലായിരുന്നു KC വേണുഗോപാൽ. കേരളത്തിൽ തൻ്റെ പേര് അവതരിപ്പിച്ചാൽ അത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുമോ? കോൺഗ്രസ് കത്തിത്തീരുമോ? എന്നാൽ KCക്കൊപ്പമുള്ള അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമൊക്കെ KCക്ക് കൂടുതൽ കരുത്ത് പകർന്നു. പ്രതിഷേധമൊക്കെ 2-3 ദിവസം കൊണ്ട് തീരും, പിന്നീട് കളം കയ്യിലെടുക്കാം. ദീപദാസ് മുൻഷിയോട് ഹൈക്കമാൻഡ് പറയുന്നതനുസരിച്ച് കേരളത്തിലേക്കുള്ള യാത്ര ക്രമീകരിച്ചാൽ മതി എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് തുടർന്ന് സണ്ണി ജോസഫിൻ്റെ പ്രഖ്യാപനം. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം തങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പൂർണ്ണ പ്രതീക്ഷയിൽ 3 നേതാക്കൾ കേരളത്തിൽ കാത്തിരുന്നു ഉച്ചവരെ. തങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല ക്യാമ്പും KC വേണുഗോപാൽ ക്യാമ്പും VD സതീശൻ ക്യാമ്പും കരുതിയ നിമിഷങ്ങൾ. പാർട്ടിക്കും നേതാക്കൾക്കും ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിൽ താൻ എത്തുമെന്ന് രാഹുൽ ഗാന്ധി ഇതിനിടയിൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇന്നലെ കേരളത്തിൽ നിന്നെത്തിയ മുതിർന്ന നേതാക്കളിൽ ഭൂരിപക്ഷവും KC അനുകൂലിക്കുന്നവരായിരുന്നു. എന്നാൽ രാഹുലിന് ഏറെ ദിശാബോധം നൽകിയത് വൈകിട്ട് 8:30 മണിക്ക് VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ അരമണിക്കൂർ സമയമെടുത്ത് കേരളത്തിലെ ശരിയായ അവസ്ഥ സുധീരൻ രാഹുലിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിരീക്ഷകരുടെ റിപ്പോർട്ടുകൾ ഒന്നുകൂടി അവിടെ എത്തിക്കാൻ രാഹുൽ ആവശ്യപ്പെട്ടു. ഇന്നലെ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ച് രാഹുൽ ഖാർഗെ സംഭാഷണത്തിൽ അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് രാഹുൽ. ഒരു സമവായ ഫോർമുലയാകും മെനയുക എന്ന് രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ആളുകളോട് പറഞ്ഞു. ചുരുക്കത്തിൽ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് സമവായം സംസാരിക്കും. തുടർന്ന് പ്രഖ്യാപനം. ഇതായിരുന്നു നേരത്തെ തയ്യാറാക്കിയ പദ്ധതി. 3 തലത്തിലുള്ള സമ്മർദ്ദം രാഹുൽ നേരിട്ടുകൊണ്ടിരുന്നു. ഒന്ന് സംസ്ഥാനത്തെ വലിയ തോതിലുള്ള പ്രതിഷേധം, മറ്റൊന്ന് മുസ്ലിം ലീഗ് ഉയർത്തിയ പ്രതിരോധം. വയനാട് മണ്ഡലത്തിലാകെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും അധിക്ഷേപിക്കുന്ന പോസ്റ്ററുകൾ. KC നിങ്ങളുടെ പെട്ടിപിടുത്തക്കാരനായിരിക്കും, പക്ഷേ ഇങ്ങോട്ട് കെട്ടിയിറക്കേണ്ട എന്നാണ് വയനാട്ടുകാർ പ്രതികരിച്ചത്. പാർട്ടിയെ ഇത്രയധികം നാറ്റിച്ച് പണ്ടാരമടക്കിയ മറ്റൊരു സംഭവം അടുത്ത കാലത്തൊന്നും കോൺഗ്രസിൽ അരങ്ങേറിയിട്ടില്ല. KCയെ കേരളത്തിലേക്ക് കെട്ടിയെടുത്താൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. എങ്കിലും തൻ്റെ അടുത്ത സുഹൃത്തിനെ കൈവിടാൻ രാഹുൽ ഗാന്ധിക്ക് മനസ്സ് വന്നില്ല. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനൊപ്പം രാവിലെ തന്നെ കളമശ്ശേരിയിലെ നിയുക്ത MLA അബ്ദുൾ ഗഫൂറും VD സതീശൻ്റെ ആലുവ വീട്ടിലെത്തി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നു. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായാൽ മതി എന്ന കട്ട നിലപാട് ലീഗ് തുടർന്നു. RSPയും സമാന നിലപാടിൽ തുടർന്നു. രാവിലെ 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് ലീഗ് ഉന്നതാധികാര യോഗം ചേർന്നത്. VD സതീശനെ പിന്തുണയ്ക്കുക എന്ന ഒറ്റ നിർദ്ദേശം പാണക്കാട് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരാളും അതിനെ എതിർക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി ചില സമവായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പാണക്കാട് തങ്ങളുടെ നിർദ്ദേശം ഇങ്ങനെ: ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് നമ്മൾ തയ്യാറല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്ന് ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കട്ടെ. അവിടെയാണ് രാഹുൽ ഗാന്ധി അടപടലം വീണതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.